സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഞങ്ങൾ വാലി ഓഫ് ഫ്ലവേഴ്സ് കാണാൻ പോയപ്പം അതിൻ്റെ സൈഡിലായിട്ട് ഈ ഗ്ലോ ഗാർഡൻ കണ്ടു. ബോർഡ് കണ്ടതുകൊണ്ട് കാരണം പിന്നെ അതിൻ്റെ ആ ഒരു രീതിയിൽ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ വെച്ചത് കാരണം ഒരു വീഡിയോ രാവിലെ തന്നെ എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇത് രാത്രിയിൽ എത്രമാത്രം മനോഹരമാവും എന്ന് ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല. ജസ്റ്റ് വീഡിയോ എടുത്തു. ഞങ്ങളത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ ഗ്ലോ ഗാർഡൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലോ ആവും എന്നേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് പോലും രാവിലെ പോലും ഇതിൻ്റെ ഭംഗി നല്ല രസമായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പം ഇതൊരു കാർണിവൽ ലുക്കായി. ഭയങ്കര രസം. ആ ഗ്ലോ വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം മൊത്തം എത്ര ഭംഗിയുള്ളതായെന്ന് ഒരിക്കലും ഇമാജിൻ ചെയ്തില്ല. ഇത്രയും ഭംഗി വരും ഈ ഒരു സ്ഥലത്തിന് രാത്രിയിലെന്ന്. ഏതായാലും അവിടെ ഫുൾ മ്യൂസിക്കും കാര്യങ്ങളും ഡാൻസ് ഫ്ലോറ് എവ്രിതിങ് സോ ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ്. ഏതായാലും അതിൻ്റെ ടിക്കറ്റ് 100 രൂപ പെർ ഹെഡ് എടുത്ത് മിന്നുവിന് 50 രൂപയും എടുത്ത് ഞങ്ങളെല്ലാവരും രാത്രി ഒരു 9:15 ഇവിടെ എത്തി. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും ഇത് ഏകദേശം തീരുന്ന ഒരു സമയമായി. അധികം ആളുകളൊക്കെ പോയിരുന്നു. കാരണം 9:30-ക്കാണ് ലാസ്റ്റ് എൻട്രി. പിന്നെ 10 മണി വരെ ഇതുള്ളൂ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ഏകദേശം എല്ലാം തീരാറായി. എന്നായാലും മിന്നുവിന് വളരെ ഇഷ്ടപ്പെട്ടു. എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നുള്ള ഡാൻസ് ഫ്ലോറിൽ നിന്നുള്ള ഡാൻസ് കേട്ട് അവൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവളെ ഓർത്താണ് ശരിക്കും അകത്തോട്ട് കയറിയേക്കാം, അതിൻ്റെ ഡാൻസ് ഫ്ലോറിൽ പോയിരുന്ന് മിന്നുവിനെ കൊണ്ടൊരു ഡാൻസ് ചെയ്യിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഏതായാലും അവളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ് എന്നാണ് മിന്നു ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടത്. കാരണം ഫുൾ ടൈം എൻജോയ്മെൻറ്റ്. ഏതായാലും ഇനി ഞങ്ങൾ ഗ്ലോ ഗാർഡൻ്റെ അകത്തോട്ട് കയറി ഡാൻസ് ഫ്ലോറിൽ ചെന്നപ്പം ചില ഇതിനകത്ത് നമ്മൾ ചവിട്ടുന്നതനുസരിച്ച് അതിൻ്റെ കളറ് മാറുന്നു. അത് ഭയങ്കര നല്ല ഫീച്ചറായിട്ട് തോന്നി. അപ്പോൾ ഡാൻസ് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനകത്ത് ചാടി ചാടി നടക്കാനായിരുന്നു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത്. ഏതായാലും ഇവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും റോയിച്ചനും പതുക്കെ അതിനകത്തോട്ട് ചാടി ഡാൻസ് ഫ്ലോറിൽ. അത് കണ്ടപ്പോൾ എന്താ പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് വിചാരിച്ച് ഡാൻസ് അറിയത്തില്ലെങ്കിലും മിന്നുവിൻ്റെ ഹെൽപ്പോടുകൂടി ഞാനും ഡാൻസ് ഫ്ലോറിലോട്ട് കയറി. പിന്നെ പതുക്കെ ഇതിൻ്റെ കളർ ചേഞ്ച് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാനും ഡാൻസ് കളിച്ച് അതിന് പാട്ട് പുറകിലുണ്ട്. ഇതിപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് പാട്ടങ്ങ് മാറിപ്പോയത്. പക്ഷേ ദർ ഈസ് എ മ്യൂസിക് ബിഹൈൻഡ്. അതുകൊണ്ട് വളരെ രസകരമായിട്ട് നമുക്ക് പതുക്കെ ഡാൻസ് ചെയ്ത് പഠിക്കാൻ പറ്റി എന്ന് തന്നെ പറയാം. ഏതായാലും ഡാൻസ് ഫ്ലോറിലൂടെ ഞങ്ങളെല്ലാവരും പപ്പയും റോയിച്ചനും ഞാനും മിന്നും ഒക്കെ ഡാൻസ് കളിച്ചു. മമ്മി കയറുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മമ്മിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എടുത്തു തന്നത്. അതുകൊണ്ടൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. 4 പേരും ഒരേ ഡാൻസ് ഫ്ലോറിലിരുന്ന് ഡാൻസ് കളിക്കുന്നൊരു വീഡിയോ. ഇറ്റ് വാസ് വെരി നൈസ്. ആൻഡ് മിന്നു ആണ് അതിനകത്തെ വലിയൊരു സൂപ്പർ ഡാൻസറായിട്ട് തോന്നിയത്. ബാക്കി എല്ലാവരും ഒന്ന് കീപ്പപ്പ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ഡാൻസ് ഫ്ലോർ കഴിഞ്ഞപ്പം ഈ വീഡിയോ അവിടുത്തെ ഗ്ലോ ഗാർഡൻ്റെ വീഡിയോ എല്ലാം കിട്ടാത്ത സ്ഥലങ്ങളിലെല്ലാം എടുത്ത് അവിടെ ഒരു യൂണിറ്റി ഗ്ലോ ഗാർഡൻ്റെ ഒരു സ്റ്റേജ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് 2 ഫോട്ടോസും കൂടെ എടുത്ത് മടങ്ങാമെന്ന് തീരുമാനിച്ചു. ഏതായാലും റോയിച്ചനും മമ്മിയും പപ്പയും എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് പോവാൻ. അപ്പം ഞാനും മിന്നും ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ തിരിച്ച് വരിക.